ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ നമുക്കിത് കഴിക്കാം. 3 ചേരുവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി നീക്കൊക്കെ വെള്ളമൊഴിച്ച് 4 മണിക്കൂർ കുതിർത്തിയെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് പച്ചരി നന്നായിട്ട് വാഷ് ചെയ്ത് കുതിർത്തിയെടുത്താണ്. 4 മണിക്കൂർ കുതിർത്തിയെടുത്ത പച്ചരിയാണിത്. നമ്മൾ കൈ കൊണ്ടൊന്ന് പൊടിച്ചാൽ പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ കുതിർത്തിയെടുക്കണം. 4 മണിക്കൂറിൽ കൂടുതൽ കുതിർത്തിയാലും നല്ലതാണ് കേട്ടോ. 8 മണിക്കൂറൊക്കെ കുതിർത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. അപ്പോൾ പലഹാരം നല്ല സ്മൂത്തായിട്ടിരിക്കും. നമുക്ക് ഈ കുതിർത്തിയ പച്ചരി ഒരു അരിപ്പയിലിട്ട് വെള്ളം കളഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഈ വെള്ളം കളഞ്ഞെടുത്ത പച്ചരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പലഹാരത്തിൻ്റെ 2 ചേരുവ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇതിൽ 3ാമത്തെ ചേരുവ 1 കഷ്ണം മധുരക്കിഴങ്ങാണ്. ഇതുപോലെ 1 കഷ്ണം മധുരക്കിഴങ്ങ് ഞാൻ നന്നായി പുഴുങ്ങിയെടുത്തതാണ്. അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. ഇതുപോലെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഈ വേവിച്ച മധുരക്കിഴങ്ങും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞതിലേക്ക് ചേർക്കാം. ഇപ്പം ഞാൻ ആ വേവിച്ച മധുരക്കിഴങ്ങ് ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഈ 3 ചേരുവയും കൂടി നല്ലതുപോലെ അരച്ചെടുക്കണം. അതിനുവേണ്ടി കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് സ്പൂണും കൊണ്ട് ഇളക്കി കൊടുത്ത് അരച്ചെടുത്താൽ എല്ലാം നന്നായിട്ട് അരച്ച് കിട്ടും. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ടാണ് അരഞ്ഞു കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്കൊരു കുഴിവെള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ അയവിലാണ് ഇരിക്കുന്നത്. നമ്മൾക്കിത് കുറച്ചുകൂടി ലൂസാക്കണം. അതിനുവേണ്ടി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ പറ്റിയിരിക്കുന്ന മാവെല്ലാം ഒന്ന് അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിന് ലൂസായിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ദോശ മാവിൻ്റെ അളവിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിലെ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്കിനി കുറച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള മധുരത്തിനുള്ള പഞ്ചസാര ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരക്കിഴങ്ങിന് മധുരം ഉള്ളത് കൊണ്ട് നമ്മൾ നോക്കിയിട്ട് മധുരം ചേർത്താൽ മതി. കൂടുതൽ മധുരം വേണ്ടാത്തവർക്ക് മധുരം ചേർക്കാതെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഡയബറ്റിക് ഉള്ളവരാണെങ്കിൽ പഞ്ചസാര ചേർക്കാതെ തന്നെ ഇത് വേവിച്ചെടുത്ത് കഴിക്കാൻ പറ്റും. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വെള്ളവും അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കുറച്ച് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബേക്കിംഗ് സോഡ ചേർത്തില്ലെങ്കിലും ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ മധുരക്കിഴങ്ങ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഈ പലഹാരം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് സ്റ്റീം ചെയ്താണ് വേവിച്ചെടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഒരു ബിരിയാണി പോട്ടിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുഴിയപ്പച്ചട്ടി വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. പണിയാരച്ചട്ടിയില്ലേ അതിലേക്ക് ഞാൻ എണ്ണ തടവി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ കുഴിയിലേക്കെല്ലാം നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുഴിയപ്പച്ചട്ടി ഇല്ലാത്തവർക്ക് ചെറിയ ബൗളിൽ ഒഴിച്ചിട്ട് വേവിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ കിണ്ണത്തിൽ വെച്ച് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്കൊക്കെ ഒരു പുതു പലഹാരമായിട്ട് കൊടുക്കാം. അവർക്കിത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. പിന്നെ അതുപോലെ നമുക്കിത് ഇഫ്താർ വിരുന്നിനും വിളമ്പാൻ നല്ലതാണ്. ഇപ്പോൾ റമദാൻ മാസം ആയതുകൊണ്ട് നോമ്പുകാർക്ക് ഇത് വൈകുന്നേരം ഒരെണ്ണെടുത്ത് കഴിച്ചാൽ നോമ്പ് തുറക്കായിട്ടും ഇത് കഴിക്കാൻ വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയുമാണ്.
രാവിലെ പച്ചരി കുതിർത്തി വൈകുന്നേരം ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കായിട്ട് നമുക്ക് ഈ പലഹാരം കഴിക്കാം. ഇനി ഇത് മൂടി വെച്ച് 15 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കുഴിയപ്പമാണ്. എണ്ണയൊന്നും ചേർക്കാതെ പൊരിച്ചെടുക്കാതെ ഉണ്ടാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇപ്പോൾ ആദ്യത്തെ സെറ്റ് പലഹാരം എല്ലാം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ വേവിച്ചെടുക്കാം. കുഴിയിലൊക്കെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല ഭംഗിയും കൂടി ഉണ്ടാവും. അതുപോലെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പ്ലെയിനായിട്ടും ഉണ്ടാക്കാം. നമുക്ക് വേണമെങ്കിൽ കറുത്ത മുന്തിരിയൊക്കെ ചേർത്ത് കുറച്ചുകൂടി ഭംഗിയാക്കി എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പലഹാരം എല്ലാം റെഡി ആയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനും വളരെ നല്ലതാണിത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഈവനിങ് സ്നാക്കായിട്ടും നോമ്പുതുറ സ്നാക്കായിട്ടും ഇഫ്താർ വിരുന്നിനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. കുറച്ച് സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. കണ്ടില്ലേ? അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതുമായ ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു സ്നാക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.